സ്മാർട്ട് ക്രിയേഷൻസിൽ SIT പരിശോധന നടക്കുകയാണ്. ചെന്നൈയിലെത്തിയാണ് SIT സംഘം പരിശോധന നടത്തുന്നത് എന്നത് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. സിജോ വി ജോൺ ആണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, ഇതിനിടയിൽ വളരെ വേഗത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ് നമ്മൾ അറിയുന്നത്. SIT ഇതാ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഞായറാഴ്ചയും SIT ഒഴിവില്ല. സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ സമയം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ SITയുടെ നീക്കങ്ങൾ? ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ ലഭ്യമാവേണ്ടത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നാണ്. ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാടികൾ കൊണ്ടുപോയി അവിടെ എത്തിയാണ് ഉരുക്കി അത് പിന്നീട് മറച്ചു വിൽക്കുന്ന സാഹചര്യത്തിലേക്ക്, കൈമാറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ആദ്യഘട്ടം മുതൽ വന്നിരുന്നത്. കാരണം അവിടെ സ്വർണ്ണപ്പാളി എത്തിയെന്ന് പറയുമ്പോൾ അവിടെ എത്തിയത് സ്വർണ്ണപ്പാളിയല്ല, ചെമ്പാണ് എത്തിയെന്ന നിലപാടാണ് ആദ്യം സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിനിധികൾ സ്വീകരിച്ചിരുന്നത്. പിന്നീടാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് സ്വർണ്ണപ്പാളി തന്നെയാണെന്ന നിഗമനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് എപ്പോഴാണ് എത്തിയത്, ഏത് തരത്തിലാണ് പരിശോധനകൾ നടത്തിയിട്ടുള്ളത്, അതോടൊപ്പം തന്നെ ഇതിന്റെ തൂക്കമടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇവിടെ എത്തിച്ചത് നേരത്തെ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. ഈ യു ബി ഗ്രൂപ്പ് പറഞ്ഞിരുന്നത്, വിജയമര്യയുടെ ഗ്രൂപ്പ് പറഞ്ഞിരുന്നത് ആ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിൽ വാതിലിന്റെ പാളികൾ കൊണ്ടുപോകുന്നതിൽ 1.5 കിലോയോളം സ്വർണം ഉണ്ടായിരുന്നു എന്നാണ് അന്നത്തെ കണക്ക്. പക്ഷെ അവിടെ എത്തിച്ച് ആ പാളികൾ ഉരുക്കി കഴിഞ്ഞപ്പോഴുണ്ടായിരുന്നത് 577 ഗ്രാമാണ്. ഏകദേശം 1 കിലോയിലോളം അടുത്ത തൂക്കത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ വന്നിരുന്നത്. അപ്പോൾ അതിലുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് SIT സംഘം ചെന്നൈയിലെത്തി ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്.